സി ബി വെക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയായിരിക്കും. പക്ഷേ അത് ഏത് ഏത് കർവിൻ്റെ വെക്കണം എന്നുള്ള ഡൗട്ടാണ് മിക്കവർക്കും ഉണ്ടാവാറുള്ളത്. അപ്പം ആ ഒരു ഡൗട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ബി കർവ് അല്ലെങ്കിൽ ബിന്ന് എഴുതിയിരിക്കുന്ന ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ B32 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന കാണാം. അപ്പോൾ അത് നോക്കിയാൽ 32 ആംപിയറിൻ്റെ റേറ്റിംഗ് ഉള്ള ബി കർവ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ട്രിപ്പ് ആവാൻ വേണ്ടി റേറ്റഡ് കറണ്ട് 3 to 5 ഇരട്ടി വരുമ്പോഴാണ് ഒറ്റയടിക്ക് ട്രിപ്പ് ആവുന്നത്. അത് സാധാരണ നമ്മുടെ റെസിഡൻഷ്യൽ ലൈറ്റിങ്ങിനും ഡിസ്ട്രിബ്യൂഷൻ സർക്യൂട്ടുകളിലും, അതായത് റെസ്റ്റീവായിട്ടുള്ള ലോഡ് പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് ഒറ്റ ചാട്ടം ചാടാത്ത ആ ഒരു ടൈപ്പ് ലോഡുകൾ, ഇപ്പോൾ മോട്ടോർ പോലെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്നൊരു ചാട്ടം ചാടും കറണ്ട്, സ്റ്റാർട്ടിങ് കറണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലിത് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇല്ലാത്ത റെസ്റ്റീവ് ടൈപ്പ് ലോഡുകളാണ് ബി കർവ് ഉപയോഗിക്കുന്നത്. പിന്നെ സി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ HP മോട്ടർ, എയർ കണ്ടീഷണേഴ്സ്, ചെറിയ പമ്പുകൾ പോലത്തെ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഇൻഡക്റ്റീവ് ലോഡുകളിൽ ഇടയ്ക്ക് സർജ് പോലെ ഇങ്ങനെ ചാട്ടം പറ്റിയ ടൈപ്പുള്ള ലോഡുകളിലാണ് ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ അതിൽ 5 to 10 ഇരട്ടി കറണ്ട് വന്നാലാണ്, റേറ്റ് കറണ്ട് 5 to 10 ഇരട്ടി വന്നാലാണ് ട്രിപ്പ് ആവുന്നത്. ഇപ്പോൾ ഒരു C16 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 5 ഇരട്ടി ആ റേഞ്ചൊക്കെ വരുമ്പോഴാണ് ട്രിപ്പ് ആവുന്നത്. 16 കൂടി കൂടുതൽ പോകുമ്പോഴത്തേക്ക് ഓവർലോഡ് ആവാൻ തുടങ്ങും. എന്നിട്ട് അത് കുറച്ച് ടൈം എടുത്ത് ട്രിപ്പ് ആവും. അപ്പോൾ ടൈമിൻ്റെ ഡിഫറൻസ് ഇതിലാണ് വരുന്നത്. പിന്നെയുള്ള ഡി ടൈപ്പ് ആണ്. അത് 10 to 20 ഇരട്ടി കറണ്ട് വരുമ്പോൾ ട്രിപ്പ് ആവുന്നത്. അത് ഹെവി ഇൻഡസ്ട്രിയൽ മെഷീനറീസ്, എക്സ്റേ മെഷീൻ, വെൽഡിങ് എക്യുപ്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ ഓണാക്കുമ്പോൾ ഹൈ ഇൻട്രഷ് കറണ്ട്, സ്റ്റാർട്ടിങ് കറണ്ട് ഭയങ്കര ഹൈ കയറി വരാറുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന കെ ടൈപ്പ് ആണ്. ഇതിൽ 8 to 12 ഇരട്ടി ഓഫ് ദ റേറ്റഡ് കറണ്ട് വരണം ട്രിപ്പ് ആവണമെങ്കിൽ. അപ്പം ഭയങ്കര ഹൈ സ്റ്റാർട്ടിങ് കറണ്ടുള്ള മോട്ടറിലുള്ള ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് MCB ആണെന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ വേറെ ടൈപ്പ് MCB കൂടെ ഉണ്ട്, ടൈപ്പ് Z. അപ്പോൾ ഇതിൽ 2 to 3 ഇരട്ടി ഓഫ് ദ കറണ്ടാണ് സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസ്, സെമി കണ്ടക്ടർ ഉള്ള കാര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. മൈനർ ഓവർലോഡിൽ പോലും പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് വരാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈമാണ് നമ്മൾ ട്രിപ്പ് 3 to 5 ഇരട്ടി അല്ലെങ്കിൽ 5 to 10 ഇരട്ടി കറണ്ട് വരുമ്പോൾ ട്രിപ്പ് ആവുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സമയവും കൂടി അതിൻ്റെ അകത്ത് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. എല്ലാം ഇപ്പോൾ ബി ടൈപ്പ് ആണെങ്കിൽ 3 to 5 ഇരട്ടി കറണ്ട് വരുമ്പോൾ ഒരു 13 സെക്കൻഡിനുള്ളിൽ ട്രിപ്പ് ആവും. ആ സമയത്ത് സി ടൈപ്പ് MCB 0.04 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് എടുത്ത് ട്രിപ്പ് ആവും എന്നാണ് പറയുന്നത്. കൃത്യം 13 സെക്കൻഡിൽ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പിൽ വരും. ഡി ടൈപ്പ് ആണെങ്കിൽ 10 to 20 ഇരട്ടി കറണ്ട് വരണം. ആ റേറ്റഡ് കറണ്ട് നമ്മുടെ MCBയിൽ 16 എന്നൊക്കെ എഴുതിയിരിക്കണം, അതാണ് റേറ്റഡ് കറണ്ട്. അതിൻ്റെ 10 to 20 ഇരട്ടി വരുന്നു. അത് ട്രിപ്പ് ആവുന്ന ടൈം 3 സെക്കൻഡിനുള്ളിലൊക്കെ ട്രിപ്പ് ആവും. കെ ടൈപ്പ് ആണെങ്കിൽ 0.1 സെക്കൻഡോ, കെയും ഇസറ്റൊക്കെ 0.1 സെക്കൻഡിനുള്ളിൽ ട്രിപ്പ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു MCB ചൂസ് ചെയ്താലാണ് നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് പകർന്നു എന്ന് വിചാരിക്കുന്നു.